തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് തന്നെ കേജ്രിവാളിനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടായിരിക്കണം കേന്ദ്ര സർക്കാർ ധൈര്യപ്പെട്ടത്? സാധാരണഗതിയിൽ അത് കേജ്രിവാളിന് നേരെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കണം അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ നമുക്കറിയാം അമേരിക്കയും ജർമ്മനിയും ഒക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ EVM-നെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുവാൻ തയ്യാറായത് ആകസ്മികമായ ഒരു സംഗതിയല്ല. കാരണം എല്ലാ തെരഞ്ഞെടുപ്പും എടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ EVM-നെ കുറിച്ച് വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയും അത് എടുത്തുകൊണ്ട് നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെയൊക്കെ അടുത്ത് എത്തുന്നതും ഇന്ത്യയിൽ സ്ഥിരമായ ഒരു കാഴ്ചയാണ്. ഇത്തവണയും അങ്ങനെ ഒരു കലാപരിപാടി അരങ്ങേറിയിട്ടുണ്ട്. എന്താണ് അവർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഉണർത്തിച്ചത്? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എങ്ങനെയായിരുന്നു ഈ പെറ്റീഷനുകളിൽ ഇടപെട്ടതും എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുൻപ്, കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2017 EVM-നെ കുറിച്ച് വലിയ തോതിൽ പരാതികൾ പറഞ്ഞ 7 ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കും 49 പ്രാദേശിക കക്ഷികൾക്കുമായി EVM ഹാക്ക് ചെയ്തു കാണിക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓപ്പൺ ചാലഞ്ച് നടത്തുകയുണ്ടായി. എന്നിട്ട് എന്തായി? ഒറ്റ രാഷ്ട്രീയ പാർട്ടി പോലും ആ വെല്ലുവിളി ഏറ്റെടുത്തില്ല. ഹാക്ക് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിരുന്ന CPM-ഉം NCP-യും ഒടുക്കം പറഞ്ഞതാണ് ഏറ്റവും രസകരം. CPM പറഞ്ഞത്, ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തു പോയതല്ല, EVM പ്രോസസ്സ് പൂർണ്ണമായും എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പോയതാണ്. ഞങ്ങൾ പോയി ഡീറ്റെയിൽഡ് ഡെമോൺസ്ട്രേഷൻ കണ്ടു, ഞങ്ങൾക്കുണ്ടായിരുന്ന ടെക്നിക്കൽ സംശയങ്ങൾ ആഴത്തിൽ തന്നെ ക്ലിയർ ചെയ്തു. NCP-യും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പ്രതികരിച്ചത്. അതുവരെ ബാലറ്റ് പേപ്പറുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ബാലറ്റ് പേപ്പറുകളിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേർക്ക് നമ്മുടെ വോട്ട് കുത്തുക, മടക്കി ബാലറ്റ് പെട്ടിയിലിടുക. പിന്നീടാണ് ഈ ബാലറ്റ് പേപ്പറുകളെല്ലാം കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തി വിജയിയെ പ്രഖ്യാപിക്കുക. വളരെ കാലം നമ്മൾ പിന്തുടർന്നു വന്ന ഒരു രീതി ആയതുകൊണ്ട് ബാലറ്റ് പേപ്പറുകൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. എന്നാൽ EVM-ന്റെ വരവോടുകൂടി ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള ഒരു വാഹനത്തിൽ നിന്നും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്കുള്ള ഒരു മാറ്റം പോലെ. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെലവ് വളരെ കൂടുതലായിരുന്നു. ബാലറ്റ് പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്നത് തന്നെ വളരെ ചെലവേറിയ ഒരു ഏർപ്പാടാണ്. മാത്രമല്ല, നിരവധി വോട്ടിംഗ് മെറ്റീരിയൽസ് വേണം ഈ ഒരു ഏർപ്പാടിന്. പിന്നെ ബാലറ്റ് എണ്ണുവാനെടുക്കുന്ന സമയം. ഇതിനൊക്കെ പുറമെ പ്രീ ഫിൽഡ് ഫേക്ക് ബാലറ്റ് ഉപയോഗിച്ചുള്ള കള്ളവോട്ടും. EVM വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിഞ്ഞു. വോട്ടെണ്ണുന്നതിന് എടുക്കുന്ന സമയവും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനവും നേരത്തെ ആക്കുവാൻ കഴിഞ്ഞു. സർവോപരി EVM-ലെ സെക്യൂരിറ്റി ലോക്കിംഗ്, ഓരോ മിനിറ്റിലെയും വോട്ടിംഗ് റേറ്റിലെ ലിമിറ്റ്സ്, അതുപോലെ തമ്പ് ഇംപ്രഷൻ വെരിഫൈ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കള്ള വോട്ടിംഗ് സമ്പ്രദായങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു. EVM റൈറ്റ് ടു വൺസ് റീഡ് മെനി മെമ്മറി എന്നതിൽ അധിഷ്ഠിതമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാൻഡ് അലോൺ മെഷീനാണ്. റൈറ്റ് ടു വൺസ് റീഡ് മെനി വേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊരു ഡേറ്റ സ്റ്റോറേജ് ഡിവൈസാണ്. ഇവിടെ ഒരിക്കൽ റൈറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഒരു കാരണവശാലും മോഡിഫൈ ചെയ്യുക സാധ്യമല്ല. ഈ റൈറ്റ് പ്രൊട്ടക്ഷൻ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് ചെയ്യുന്ന ഡേറ്റ ടാമ്പർ ചെയ്യുകയും സാധ്യമല്ല. എന്നാൽ ഹ്യൂമൻ എറേഴ്സ്, കമ്പ്യൂട്ടർ ബഗുകൾ, മാൽവെയറുകൾ മൂലമുണ്ടാകുന്ന ഡേറ്റ ലോസ് സംഭവിക്കാം. EVM എല്ലാം ബാറ്ററിയുടെ പവറിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല, ഇവരെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. EVM-ന് വയർലെസ് അല്ലെങ്കിൽ വയേർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് കമ്പോണൻസ് ഒന്നുമില്ല. ഇൻ്റർനെറ്റ് പോലെയുള്ള ഒരു നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യാത്തത് കൊണ്ട് ഒരു EVM-ഉം ഹാക്കബിൾ അല്ല. ഈ മെഷീനുകൾക്ക് ഒരു ഫ്രീക്വൻസി റിസീവറോ ഒരു ഡേറ്റ ഡീകോഡറോ ഇല്ല. അതിനാൽ തന്നെ വയർലെസ് ആയുള്ള ഒരു കോഡഡ് സിഗ്നലും ഇതിന് ലഭിക്കില്ല. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഹാർഡ്വെയറുകളായ വയർലെസ്, ബ്ലൂടൂത്ത്, വൈഫൈ മുതലായവ കൊണ്ടുള്ള ടാമ്പറിംഗ് സാധ്യമല്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് EVM മാനുഫാക്ചർ ചെയ്യുന്നത്. അതാകട്ടെ ഇലക്ഷൻ കമ്മീഷൻ ഈ മെഷീനുകൾ സ്വീകരിച്ചിട്ട് അവരാണ് ഇത് സ്റ്റേറ്റുകളിലേക്കും ജില്ലകളിലേക്കും അയക്കുന്നത്. ഇത് പല വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണോ മത്സരിക്കുന്നതെന്നോ അവരുടെ ഓർഡർ എന്താണെന്നോ പോലുള്ള ഒരു സംഗതികളും മുൻകൂട്ടി അറിയുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ഒരു മാനിപ്പുലേഷൻ ഇവിടെ മാനുഫാക്ചറിനും സാധ്യമല്ല. പലപ്പോഴായിട്ട് രാഷ്ട്രീയ കക്ഷികൾ EVM-ന്റെ പ്രവർത്തനങ്ങളുടെ സുതാര്യതയിൽ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ
2011 EVMന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുവാനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു പേപ്പർ ട്രെയിൽ കൂടി EVMൽ ഉൾപ്പെടുത്തുന്നു. ആ പേപ്പർ ട്രെയിലാണ് VVPAT അഥവാ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ. 2013 മുതൽ തെരഞ്ഞെടുപ്പുകളിൽ VVPAT ഉണ്ട്. ഒരു സമ്മതിദായകൻ വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത വോട്ട് ശരിയായിരുന്നോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു മാർഗമാണ് VVPAT. മാത്രമല്ല, ഇലക്ട്രോണിക്കായി ശേഖരിക്കുന്ന ഈ വിവരങ്ങൾ വേണമെങ്കിൽ പിന്നീട് ഓഡിറ്റ് ചെയ്യുവാനും സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള EVM ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള വലിയ വലിയ വക്കീലന്മാർ മുഴുവൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പോലെയുള്ള വലിയ കോടതികളിൽ പോകുന്നത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന കോൺട്രവേഴ്സി EVM ഉപയോഗിക്കുമ്പോൾ ഒപ്പം കിട്ടുന്ന VVPAT രണ്ടുമായി ക്രോസ് വെരിഫൈ ചെയ്യണമെന്ന ആവശ്യത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. പഴയതുപോലെ നമ്മൾ ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചു പോകണം, അതായിരുന്നു അവരുടെ ആവശ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇലക്ഷൻ പ്രോസസ്സിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുന്നു. രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം രസാവഹമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംശയദൃഷ്ടിയോടെ കാണുന്നത് എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. ഇങ്ങനെ സംശയത്തോടെയുള്ള വീക്ഷണം ഒരു പ്രോബ്ലം ആണെന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ചേർന്ന ബെഞ്ച് പറഞ്ഞത്. വിധി അവർ റിസർവ് ചെയ്തുവെങ്കിലും ചില ശക്തമായ നിരീക്ഷണം നടത്തുകയുമുണ്ടായി. പ്രീ EVM ഇറ എന്നത് തങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് എന്നും അതുപോലെ ബാലറ്റ് പേപ്പറുകളുടെ പ്രാക്ടീസസും കോടതി എടുത്തു പറഞ്ഞു. മാനുഷിക ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ EVM അക്യുറേറ്റ് റിസൾട്ട്സ് തരുമെന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇന്ത്യയുടെ ജനസംഖ്യ കണക്കാക്കുകയും തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തന്നെ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ ആയതുകൊണ്ടും ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചു പോകുന്നത് വലിയ ലോജിസ്റ്റിക്കൽ വെല്ലുവിളികൾ ഉയർത്തുന്നതുമായ ഒരു സംഗതിയാണ്. കോടിക്കണക്കിന് വോട്ടർമാരുള്ള ഒരു ദേശത്ത് മാനുവലായ ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചു പോകുന്നത് ഒട്ടും പ്രായോഗികമല്ല. കോടതി നമ്മുടെ വിശ്വാസവും കോൺഫിഡൻസുമെല്ലാം ഈ പ്രക്രിയയിൽ നമ്മൾ ഇതിലേക്ക് അർപ്പിക്കേണ്ടത് ഉണ്ടെന്നുമാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ കോടതി EVMലുള്ള അവരുടെ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് കണ്ടത്. എന്താണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ EVM കോടതി കയറുന്നത്? തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുവാനുള്ള ആരുടെയെങ്കിലും ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുവാൻ ന്യൂസ് ക്ലിക്ക് എന്ന ഒരു മാധ്യമ സ്ഥാപനവും അതിൻ്റെ എഡിറ്റർ പ്രബീർ പുർക്കായസ്തയും ചില ചൈനീസ് കമ്പനികളും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് ഡൽഹി പോലീസ് ഒരു FIR ഇട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് തന്നെ കേജ്രിവാളിനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടായിരിക്കണം കേന്ദ്ര സർക്കാർ ധൈര്യപ്പെട്ടത്? സാധാരണഗതിയിൽ അത് കേജ്രിവാളിന് നേരെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കണം അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ നമുക്കറിയാം അമേരിക്കയും ജർമ്മനിയും ഒക്കെ പ്രതിഷേധിച്ചിട്ടുണ്ട്. റോക്ക്ഫെല്ലർ, ഫോർഡ് പോലെയുള്ള ഫൗണ്ടേഷനുകളുമായുള്ള കേജ്രിവാളിൻ്റെ ബന്ധങ്ങൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ? വരും മാസങ്ങളിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ചില അസ്വസ്ഥതകൾ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു അറിവ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.